ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ഗെയിം പ്ലേ ഓഫ് സ്കൾ ഗെയിമിംഗ്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊന്നുമായിട്ടുള്ള നമ്മുടെ മൈൻക്രാഫ്റ്റ് ആയിട്ടാണ്. അപ്പം മൈൻക്രാഫ്റ്റിൽ നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. അതായത് നമ്മുടെ വേൾഡിലത്തെ നമ്മളെ ആ സ്ഥലങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ഒന്ന് സെറ്റാക്കണം. പോലെ നമ്മളെ സ്കിന്നൊന്ന് സെറ്റാക്കണം. അയ്യോ സ്കിന്നൊന്ന് സെറ്റാക്കണം. അപ്പം ഞാൻ എല്ലാം ഒന്ന് വെച്ച് നോക്കട്ടെ, ഏതാ ഗുഡ് എന്ന് നോക്കിയിട്ട് നമുക്കത് വെക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ബോഡിയിലൊന്നും ചെയ്യുന്നില്ല, സ്റ്റൈലൊന്നും ചെയ്യുന്നില്ല. പിന്നെ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. സ്റ്റൈലിൽ നമ്മൾ ഫേസ് ഐറ്റം നമുക്ക് കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ അയ്യോ ചത്താലും ഞാൻ ഇത് വെക്കൂല. ക്രീപ്പർ എടി നോക്കടാ. അയ്യോ ഇത് വില്ലേജർമാരെ. അടി ഇത് നോക്കണം, സൈക്കോ കില്ലറിൻ്റെ. ഗൈസ്, ഇത് സെറ്റായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് അത്യാവശ്യം കുറച്ച് ഇത് കൊള്ളാം. ചൊലിപ്പിലാവണോ വെക്കണം. ഇത് വെച്ചാലോ സ്കാർഫ്. അയ്യോ ഒരു കാര്യം ചെയ്യട്ടെ, ഇത് നിങ്ങളെ കാണിച്ച് നിങ്ങൾക്ക് ബോറടിക്കും. 99.99% നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കാം. നമ്മളെ സുനാപ്പികളൊക്കെ ഒന്ന് വെച്ച് അലൈൻ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കസ്റ്റമൈസേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ബാക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ക്യാരക്ടർ. ബാക്കിലൊക്കെ നമ്മുടെ മ്യൂസിക് സോണൊക്കെ ഉണ്ട്. അപ്പം നമുക്കെന്തായാലും നമ്മുടെ വേൾഡ് കയറാം. അയ്യോ എടാ, അത് ഒരു പ്രാവശ്യം വന്നില്ലൂ. അതെന്തേ അങ്ങനെ പറ്റൂല. എപ്പം വരണം? ഗോളം തോന്നുമ്പം വന്നാ പോരാ. പ്ലീസ് ഒരു പ്രാവശ്യം കൂടി. അതെന്തുവാണോ സംഭവിച്ചേ? ഇതിലൊക്കെയുള്ള ചപ്പും ചവറും നോക്കടേ. ചപ്പും ചവറ് പോയാലട്ടെ. അട്രാക്ഷൻ ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഉള്ളൊരു പൂച്ച കിടക്കുന്നുണ്ട്. ഇതിനെ ഞാനിപ്പോൾ തല്ലിക്കൊല്ലും. കാരണം ഈ പൂച്ച നിൽക്കുന്നതുകൊണ്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നുവെച്ചാൽ പുറത്ത് എടാ ഞാൻ ചാവുന്നുണ്ടോ? വേങ്കോളം സന്തോഷായി. അയ്യോ വേങ്കോളം അയ്യോ എത്രയാണായി. അയ്യോ അടുത്ത് വന്നോ അത് ഫാസ്റ്റായി. ഇത്രയും ദിവസം ഇല്ല വർക്കാവുന്ന സാധനം ഇപ്പം വർക്കാവുന്നടാ. ഞങ്ങൾ സഹായിക്കാം. സാരിയായും കളഞ്ചി. അടുത്ത എക്സ്പ്രഷൻ ബെഡ് റോക്ക് എഡീഷൻ ബഗ് റോക്ക് എഡീഷൻ. വാട്ട് ഈസ് ദിസ്? അവർക്ക് വരാമെന്ന് അറിയില്ലത്. അതിനു മുമ്പ് ഞാൻ ഈ കുറേ ഓട്ടകളില്ലേ അതൊക്കെ ഒന്ന് അടച്ചേക്കാം. എന്താ വെച്ചാൽ ഏത് വഴിയാ പണി വരണേന്ന് അറിയില്ല.
കാണിച്ചുതരാം. പിന്നെ നല്ല ബോട്ടിൽ ഓഫ് എൻചാൻറ്റിങ്. ഞാൻ താഴെ ഒരു വില്ലേജർ മാത്രം ഇത് വിൽക്കുന്ന ആളുണ്ട്, അവരെടുക്കുന്ന വാങ്ങിച്ചാണ് ഞാൻ. ഒരു സ്റ്റാക്ക് ഉണ്ട്, എത്ര കിട്ടുന്നൊന്നും അറിയില്ല. കിച്ചൻ കുഴപ്പം നമ്മുടെ XP ഫാമില്ല. ഈസി പീസി ബ്രോ. അടുത്താളോടെ അടുത്തടുത്ത്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് ബ്ലാങ്ക് മാത്രം നമുക്ക് ഇതാക്കാം. ഏത് നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിള്. ഓക്കെ, അപ്പം നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടില്ലേ? ഹലോ, ക്രാഫ്റ്റിംഗ് ടേബിൾ. എടാ മണ്ടത്തരം. എടാ ഇതാടാ ക്രാഫ്റ്റിംഗ് ടേബിളാ വേണ്ടേ. ക്രാഫ്റ്റിംഗ് ടേബിൾ, യെസ് ക്രാഫ്റ്റിംഗ് ടേബിൾ. ഉണ്ടാക്കിയില്ലേ? ഇപ്പം ഉണ്ടാക്കി. നമുക്കിത് ഈ ബ്ലോക്ക് റീപ്ലേസ് ചെയ്ത് വെക്കാം. എന്തായാലും ആവശ്യം വരും, നമുക്കറിയാം. കൂടാതെ നമുക്ക് കുറച്ച് പീക്കാക്സ് ഉണ്ടാക്കാം. പീക്കാക്സ് ഇനി നമുക്ക് ഫുള്ളാണ്. ഏത് അയണിൻ്റെ കണക്കിന് സ്റ്റോണിൽ പിക്കൊണ്ടൊന്നും പോണ്ട. ഇവിടെ നിന്ന് വിരൽ നൊടിച്ചാൽ അയൺ കിട്ടും. മാച്ച് അതല്ല. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഉണ്ടാക്കേണ്ട സാധനം സ്ലാബ്. ജസ്റ്റ് ഒന്ന് ചുറ്റൊന്ന് വെച്ചേക്കാം. എന്ന് വെച്ചാൽ വിശ്വാസമില്ല എനിക്ക്. ഈ ബെഡ്റൂം എഡിഷന് വിശ്വാസമില്ല, തീരെ വിശ്വാസമുള്ള. ഇത് പൊട്ടിച്ചെന്നുവാവോ? ഇത് പൊട്ടിച്ച് ഇത് വരുമോ വരാണ്ടിരിക്കുവോ അറിയില്ല. തൽക്കാലം ഇവിടെ വെക്കാതാ നല്ലത്. അവിടെ ഇരുന്നത് പോലെ ഇരിക്കട്ടെ. വന്ന് സ്ലോ ആയിട്ടാണെങ്കിലും വരുന്നുണ്ട്. ഓ എടാ രണ്ടെണ്ണൊക്കെ. ശരിക്കും ഇത് രണ്ടെണ്ണം വരണം. ഓ സ്പോൺ പോയിന്റ്, അതായത് നമ്മുടെ ഇത് സ്പോൺ റേറ്റ് കുറക്കുമ്പോഴാണോ വരണമെന്ന് ഒരു സംശയമുണ്ട്. ഇവിടെ ഒട്ടി വരെ നമ്മള് ഇവിടെ ഒന്നും സ്പോൺ ആവില്ല, കാരണം ഇവിടെ നമ്മളെ ഇതെന്ത് വെച്ചിട്ടുണ്ട്. പാത്ത് ബ്ലോക്കിൽ നമുക്ക് ഒരിക്കലും അയൺഗോളം സ്പോൺ ആവില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം പാത്ത് ബ്ലോക്ക് ഒരു ഫുഡ് ബ്ലോക്ക് അല്ലല്ലോ. അല്ലേ ഇനി അവരെന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നോ? അല്ല, എന്നാ പിന്നെ ഇത് ഫുള്ള് പാത്ത് ബ്ലോക്ക് ആക്കിയാ പോരെ. നമുക്ക് കുറച്ച് പാത്ത് ബ്ലോക്കും കൂടി ആക്കിയേക്കാം. പാത്ത് ബ്ലോക്കും സെറ്റ്. ഒരു സൈഡ് മാത്രം. അയ്യോ ഓരോ ആള് ചത്തു കഴിഞ്ഞ പിന്നെ വെയിറ്റിംഗ് ആണ് അടുത്തവൻ വരാൻ. അത്രയും ബിസി. അപ്പം നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ, ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്കൊരു സോംബി സ്പോണർ ഉണ്ടാക്കണം. പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് അത് ഉണ്ടാക്കണമെന്നാണ്. എന്താ വെച്ചാൽ
നമുക്ക് എമറാൾഡ്, അതായത് ഈ ആൻഫോം ആദ്യം മര്യാദക്ക് വർക്ക് ആവാത്തത് കൊണ്ടാണല്ലോ ഇത് എന്തായാലും നമുക്ക് സോംബി റോട്ടം ഫ്ലഷ് കൊടുത്തിട്ട് ക്ലർക്കിൻ്റെ എടുക്കുന്നത്. ക്ലർക്കോ അതേതാന്ന് ഞാൻ മറന്നുപോയി, ബുദ്ധിയിലൊരു പറഞ്ഞു തരണം. ഓക്കെ, അവരായിരുന്നു എമറാൾഡ് വാങ്ങാൻ നിന്നത്. പക്ഷേ ഇപ്പം നമുക്കിത് വർക്കാവുന്നുണ്ട്. നമുക്ക് റോട്ടം ഫ്ലഷിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ റോട്ടം ഫ്ലഷ് അതായത് സോംബിയും കൂടി അവിടെ വന്നാൽ സ്പീഡിലായിരിക്കും നമ്മുടെ ഏതിൻ്റെ പ്രൊഡക്ഷൻ. ഇങ്ങനെ വെള്ളത്തിൽ തട്ടുന്നുണ്ടാണോ അവിടെ പൂച്ച? നമുക്ക് പോരാണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ സ്ട്രിങ് ഫാർമും കൂടി ആക്കാനോ, കാരണം പൂച്ചകൾ സ്ട്രിങ് ഡ്രോപ്പ് ചെയ്യും. സ്ട്രിങ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സ്പൈഡർ ഫാം വേറെ കണ്ടുപിടിക്കൊന്നും വേണ്ട. അപ്പം നമ്മൾ കുറേ സ്പോണിങ് ഇതിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പുറത്തേക്ക് അധികം സ്പോണാവില്ല. അന്നേരം പൂച്ചകൾ ഉള്ളിലേക്ക് തന്നെ നിന്നോളും. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഉണ്ടായി ഈ ബെഡ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ഈ ബെഡ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇനി ഇത് വർക്കാവുമെന്നാണ് എനിക്കറിയേണ്ടത്. കാരണം ജസ്റ്റ് അറിയണം തോന്നി. അഥവാ ഇനി അതൊരു 10 മിനിറ്റും കാത്തു നിന്നിട്ടും വന്നിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ വെക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ബെഡാണ്. ബെഡ് എന്തിനാ വെച്ചാൽ ഒരു വില്ലേജാണെന്ന് കൺസിഡർ അണ്ടർസ്റ്റോം ആവല്ലേ. ഓക്കെ, ഇതിൻ്റെ ഉള്ളാരാ? പൂച്ച. എടി ഇതങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താവില്ല, നമുക്ക് കിട്ടില്ല എന്ത് ഡ്രോപ്പ്. എന്നാലും നമുക്കത് താഴേക്ക് തന്നെ മോനെ അപ്പം ബെഡാടെ വേണ്ടാട്ടോ. ആദ്യം നമുക്ക് നമ്മളെ ലാവ എടുത്ത് ഇവിടെ വെച്ചിട്ട് ഈ ലാവ എടുക്കാം. എന്നിട്ടാവുമ്പം ഇവിടെ ഒരു വർക്കവറില്ല. ഇവിടെ കണ്ട ഒരു സുനി ഇങ്ങ് വെട്ടിയിട്ട് അതുകൊണ്ട് ഇത് കണ്ട ഇതിങ്ങനെ പൊട്ടിക്കാം. അത് ഒന്നിക്ക് താഴെ കൂടെ അങ്ങ് പോകും. ഹോപ്പറിൽ വന്നിക്കും, അല്ലെങ്കിൽ നമ്മളെ കൈമ വരും. അത് ഹോപ്പറിലാണ് പോയത്, സ്വാഭാവികം. നമ്മളെ കൈമൊന്നും കിട്ടാറില്ല. എന്നിട്ടാവുമ്പോൾ നമ്മൾ ഇത് ബ്രേക്ക് ചെയ്യുക. ഹോപ്പറിൽ പോയി അടച്ചേ ഇതിൽ വന്ന് നമ്മളെ ഒരു ഫുൾ ബ്ലോക്കും ഉണ്ട്. സൈൻ ബോർഡ് ശരിക്കും പറഞ്ഞാൽ ഇത് എത്രയാണ് സാധനങ്ങൾ. ഇവിടെ ഒന്ന് വെച്ചു. ഇത് പരീക്ഷണമാണ്, പരീക്ഷണം എക്സാമിനേഷൻ എന്നൊക്കെ. ഓക്കെ, വർക്കായാൽ ഇറ്റ്സ് ഗുഡ് ബ്രോ. അല്ല, ഇത് കുറച്ച് ഇങ്ങോട്ട് നീക്കി വെക്കണമായിരുന്നു. വെക്കാനാവില്ല, എനിക്കറിയാം. ഇതും ഇത് ബ്ലോക്ക് നീക്കി വെക്കണം. വിട്ടുപോയാച്ച് ഇവിടെയല്ല, ഇവിടെ. ഇനി നമ്മൾ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? ഇപ്പം സംഭവിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഒരു സൈൻ ബോർഡും കൂടി ക്രാഫ്റ്റ് ചെയ്യണം. സൗണ്ട് ഇല്ലേ?
എടി പൂച്ച എനിക്ക് പൂച്ച ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് തല്ലിക്കൊല്ലേണ്ടി വരും. കാരണം എനിക്ക് ഈ പൂച്ചകളും കൊള്ളാണ്, ചില സ്ത്രീകളാണ്. എന്തായാലും ഇതിൽ നിന്ന് ഞാൻ ഇത്രയും പൂച്ചക്ക് ഞാൻ കളർ പണിയുന്നത് ഇത് TNTCL ബാസ്കറ്റ് ഡ്രോപ്പ് கிடையாது ഡ്രോപ്പ്. ഈ പൂച്ച ഇവിടെ സ്പോണാവാണ്ട് നിൽക്കാനാണ് കണ്ട് ഇത്രയും ഒക്കെ. അല്ലെങ്കിൽ അയങ്കോളം തന്നെ ഇവിടെ സ്പോണാവില്ല, കാരണം അത് ഓൾറെഡി സ്പോണാവില്ല. ഓൾറെഡി പറയാനുള്ള റീസണൊന്നുമില്ല. പിന്നെ എനിക്കറിയേണ്ടത് ഞാനവിടെ സ്കെലട്ടൺ ഫാമിൽ ഇതായിരുന്നു എനിക്ക് വേണ്ടത്. ഇവര് ആ ലാവ കൊണ്ട് വഹിച്ച് രാവിലേക്കൂടെ അങ്ങ് പൊന്തിപ്പോയിട്ട് അവിടെ നിന്ന് വഹിക്കും. അതല്ല നമുക്ക് വേണ്ടത്. നമ്മൾ ക്യാമ്പ് ഫയർ കൊണ്ട് വെച്ചാൽ അതിൻ്റെ ആ സ്റ്റിങ്ങിൻ്റെ ഡ്രോപ്പിൽ നമുക്ക് കിട്ടും. ഇതാവുമ്പോൾ ഇതാവും തുള്ളിക്കളിക്കുന്നുണ്ടായിരുന്നു. സോറി ബ്രോ, എനിക്ക് വേറെ വഴിയില്ല. നോക്കുന്നുണ്ട് ദയനീയാവസ്ഥയും. ഓർമ്മിക്കാൻ രാത്രി. സുപ്രഭാതം മൈൻക്രാഫ്റ്റ്, സുപ്രഭാതം. കട്ടസൂരം പൊന്തി വന്നിരിക്കുന്നു. ഇവിടെ ഒന്നും നടന്നിട്ടില്ല. സെഡ് അയ്യോ, ഇവിടെ ഫുഡില്ലടാ. ഞാൻ കാണണേ അവിടെ എൻ്റെ 1 സ്റ്റാക്ക് ബ്രെഡ് കൊടുത്തു. മേരാ 1 സ്റ്റാക്ക് ബ്രെഡ് കിധർ ചലി ലഹിലുഹു. തിന്നിട്ടാ വരുമോ? ഒരു ദിവസം ഗോൾഡൻ ക്യാരറ്റൊക്കെ തിന്നുന്ന ദിവസം വരും, അന്ന് ആസ്വദിക്കും. അപ്പൊ നമ്മൾ ഇന്നെന്താ ചെയ്യാൻ വന്നത് പറഞ്ഞ പോലെ, ഇന്ന് നമുക്ക് കുറച്ച് ആൾട്രേഷൻ ബിൽഡൊക്കെ ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഏതാണ്ട് ഈ ചെസ്റ്റ് നിന്ന് എടുക്കാം. ഈ ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ്ട് ഈ ചെസ്റ്റ് നിന്ന് അവിടെ ഈ ചെസ്റ്റ് അയ്യോ സോറി, ചെസ്റ്റ് മാറിപ്പോ. ഈ ചെസ്റ്റ് ഈ അവിടെ ചെസ്റ്റിലൊന്നും ഒന്നുമില്ലടാ. ഓക്കെ, നെവർ മൈൻഡ്. എന്നാലും ഒരു കാര്യം ചെയ്യാം, നമ്മുടെ കീഴിലെ സാധനങ്ങളൊക്കെ കീഴിലൊക്കെ തുള്ളി ചോട്ടിക്കറ്റി വെച്ചേക്കാം. ഇനി എന്നാ വുഡിൻ്റെ സാധനല്ലേ? ഇതൊക്കെ വുഡിനെ കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ? അതെ എൻ്റെ പിടി വുഡാണ്. ഡേർട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കട്ടെ. നാച്ചുറൽ ബ്ലോക്കാണ് ഡേർട്ട്. എന്നാലും പിന്നെ റെഡ് സ്റ്റോൺ ആയി. അപ്പോൾ നമുക്ക് റെഡ് സ്റ്റോണിൻ്റെ സാധനങ്ങളൊക്കെ ഇതിലും വെക്കാം. റെഡ് സ്റ്റോൺ ടോർച്ച്, റെഡ് സ്റ്റോൺ കമ്പ്യൂട്ടർ. വേറെന്നുള്ള സൈൻ ബോർഡ് ഇതില്ല. സൈൻ ബോർഡ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ PENNA ഡയോറൈറ്റ് ഒക്കെ ഇതിൽ. ഡയോറൈറ്റ് റോ അയൺ ഈ അയൺ സ്ലാബ് ആവശ്യമുണ്ട്. പിന്നെ ഷുഗർ കെയിൻ ഇതിൽ, സീഡ് ഇതിൽ.
കുറച്ച് ഫുഡ് വേണം. ഫുഡ് ഇത്രയൊക്കെ മതിയെന്ന് പ്രതീക്ഷിക്കുന്നുള്ളു. ഇത്രയൊക്കെ മതിയാണോ? മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ കുറച്ച് വുഡ് വേണം. ഫുഡ് ഓക്കെ, വുഡ് വേണം. എന്നിട്ട് നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് 2 ക്യാമ്പ് ഫയർ വേണം. ക്യാമ്പ് ഫയർ അതാണ് ക്യാമ്പ് ഫയർ. സ്റ്റിക്ക് വേണമല്ലേ? സ്റ്റിക്കൊക്കെ ഇപ്പം സെറ്റാക്കി തരൂലേ? ഓക്കെ, ഇവിടെ ക്യാമ്പ് ഫയർ. യെസ്, ഇത് 2 എണ്ണം വേണം നമുക്ക്. 2 എണ്ണം. പോവാ, പുറത്തിറങ്ങാം. ഇവിടെ ഇപ്പം എല്ലാം സെറ്റായി. പക്ഷെ ഇവിടെയും ഒരു മിനിറ്റ്, ഇത് വർക്കാവുന്നുണ്ടോ ഞാൻ നോക്കിയില്ല. ഇത് വർക്കാവുന്നില്ല. പുല്ല് അത് ഇത് നമ്മൾ അൾട്ടിമേറ്റ് എന്ത് ഫാമാണ്? ഷീറ്റ് ഫാമാണ്. 19. ഇത് അധികം ലോഡാവായിട്ടായിരിക്കും അല്ലേ? അതെ, ലോഡാവായിട്ടാണ്. ഓക്കെ, പിന്നെ ഈ സൈഡിലും അത്യാവശ്യം എംപ്റ്റി ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ സൈഡിൽ ഇത് വെക്കുന്നില്ല. എന്തോ വെക്കണ്ടെന്ന് തോന്നണം. ഈ സൈഡിൽ നമുക്കൊരു കസ്റ്റം ട്രീ വെക്കാം. പക്ഷേ ഇവിടെ വേണ്ട. ഇവിടെ നമുക്കൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ നമുക്ക് ഉണ്ടാക്കണം. അങ്ങനെയല്ല, ഇതിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഒരു ഗാർഡൻ ഉണ്ടാക്കണം. അതിനുവേണ്ടി നമുക്കിവിടെ എന്താണോ കൊച്ച പറ്റിയേ? റെസ്ക്യൂ ടീം വന്നു. അത് അങ്ങനത്തെ ഒരുത്തെ റെസ്ക്യൂ ടീം ഞാൻ രക്ഷിക്കാൻ വന്നത്. മോനെ സ്റ്റെപ്പ് ഉണ്ടാക്കി തരാം. സ്റ്റെപ്പ് കേറിക്കോ. ഓക്കെ ചലോ. ഓക്കെ, സെറ്റല്ലേ? ബാ എന്നില്ലെങ്കിൽ വരണ്ട. എനിക്ക് വലിയതൊന്നുമില്ല. എൻ്റെ ഇടയ്ക്ക് എന്നാ എല്ലോ എന്ന് പറയുക. എനിക്ക് ഇത് വേണോ? എടാ, എനിക്ക് ഓക്കെ. അത് കഴിഞ്ഞോ? എൻ്റെ ട്രേഡ് കഴിഞ്ഞോ? ഇല്ല. അത്രക്കായ നമ്മ റിച്ച്. നമ്മക്ക് അയ്യോ ഗുളു വെള്ളെടുക്ക്. നമ്മളായണ്ട് കയറിപ്പോ. അയ്യോ ഷോൾസ് വന്നേന്. നീ ലോകത്ത് വേണ്ട. അയ്യോ അങ്ങനെ പറയാനും പറ്റില്ലല്ലോ. കാരണം നമുക്കില്ല. അയ്യോ, ഉറങ്ങും വേണല്ലോ. ഒരൊറ്റ മാൻഗ്രൗഡ് പ്രൊപ്പഗ്യൂളിന് വേണ്ടി ഞാൻ കൊടുത്തത് എൻ്റെ 3 അയൺ അല്ല 3 ഇതാണ് ബക്കറ്റാണ്. എൻ്റെ ഡെഡിക്കേഷൻ കണ്ടാ? എനിക്കിനി ഒരു ടൈപ്പ് മരം കൂടി അൺലോക്കായി. ഒന്നാമത്തേത് ബ്രിഡ്ജ്, ഒന്നാമത്തെ സ്പോർട്സ്, രണ്ടാമത്തെ ഓക്കെ, 3 ഇപ്പം മാൻഗ്രോവ്. പറയുമ്പോൾ തന്നെ ഒരു എടുപ്പുണ്ട്. നമ്മളെ ബിൽഡിലൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് ഇതിൻ്റെ അടുത്തേക്ക് നമ്മളെ ചെറി ബ്ലോസം അത് ഞാനങ്ങനെ ഒരു അയൺ ഫോമും കൂടി ഞാൻ ഉണ്ടാക്കിയായിരുന്നു. അതായത് അതിനും ഒരു 20 വില്ലേജിന് വേണ്ടി വന്നു. അതൊക്കെ ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ കുറേ ക്രോപ്പ് ഫാം ഇതിൻ്റെ മുകളിൽ നിന്നും അവിടെ നിന്നും കുറച്ച് കൾട്ടിവേറ്റ് ചെയ്തിട്ട് 20 ബെഡ് വെച്ചാൽ ബെഡിനനുസരിച്ചിട്ടേ കുട്ടികളുണ്ടാവുമല്ലോ. അപ്പം 20 വില്ലേജ് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. കുറേ കഷ്ടപ്പെട്ടു.
ഞാൻ കുറേ ദിവസം വീഡിയോ ഇടാത്തതിൻ്റെ കാരണം അത്ര തന്നെയാണ്. ഓരോ ദിവസം അരമണിക്കൂർ വെച്ച് ഞാൻ കളിക്കുന്നില്ലോ. ഇതിൻ്റെ ഇടക്ക് ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ വൈകുന്നത്, ക്ഷമിക്കണം. പക്ഷെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ കാണാനാവും. കണ്ടില്ലെങ്കിൽ നമ്മുടെ ഇത് പൊട്ടുന്നവരെ മൈൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നിൽക്കലായിരുന്നു. അപ്പം നമുക്ക് ഈ 2 ക്യാമ്പ് ഫയർ ഇവിടെ ഇങ്ങനെ അങ്ങ് വെക്കാം. ഇതിപ്പം അത്യാവശ്യം കിട്ടുപോലില്ലേ? ഒന്ന് മതിയേനോ. നമ്മളിത് ഫുഡ് കുക്ക് ചെയ്യാനൊന്നും വെക്കുന്നില്ലല്ലോ. നമുക്ക് നമ്മളെ ചാർക്കോൾ ഇട്ടിട്ടുണ്ട്, ബാക്കി വീട്ടിൽ സാരമൊന്നുമില്ല. എടാ എൻ്റെ പാവൻ ഇവിടെ എൻ്റെ പേരിട്ടിട്ട് നമുക്കിപ്പോൾ തൽക്കാലം ചിട്ടിന്ന് വിളിക്കാം. ചിട്ടീൻ്റെ ഇതിന് പനി പിടിച്ചോ, അതാണ് ഇങ്ങനെ പച്ച കളറില്. ചിട്ടിക്ക് പനി പിടിച്ചോണ്ട് ചിട്ടീൻ്റെ പനി മാറ്റാൻ ഒരു ആക്സ് വേണം. ആ ആക്സ് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഇരുന്നിട്ട് കൊണ്ടു ചിട്ടി കണ്ടോ, രസമുണ്ടോ ചിട്ടി ഇപ്പം നല്ല തിളക്കുണ്ട്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു 2 ബ്ലോക്ക് വിട്ടിട്ട് ഇവിടെ വുഡിൻ്റെ പരിപാടിയും കൂടി ആയതുകൊണ്ടാണ് എന്താണ്ട് ഈ ആക്സ് എടുത്തത്. കാര്യമായി 1 2 3 4 വേണം. സിമെട്രിക് ഓക്കെ വെച്ചോ. അതേപോലെ തന്നെ ഇവിടെ 1 അളവ് തെറ്റിയോ എന്നൊരു സംശയം. അളവ് ശരിക്കും തെറ്റിയായിരുന്നല്ലേ. അടുത്തത് നമുക്ക് കണ്ട് ഇവിടെ ഓക്കെ സെറ്റ്. ഇനി ഇവിടെ ഒരു 2 ബ്ലോക്ക് കൂടി വെക്കാം. ജസ്റ്റ് ഒരു രസത്തിന് വെക്കുന്നതാണ്. 1 2 എന്ത് ഫസ്റ്റത്തെ മാത്രം ഇങ്ങനെ വരുന്നത് അറിയണ്ടേ. നമുക്ക് ഇച്ചിരി ഇതും കൂടി വേണം. ഇത് ട്രാപ്പ് ഡോർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സൈഡിലൊക്കെ ഇച്ചിരി ഇത് കൊണ്ടുവരാനാണ്. അല്ലെങ്കിൽ ട്രാപ്പ് ഡോർ വേണ്ട. അതുകൊണ്ട് ഇവിടെ നടുക്ക് അത്യാവശ്യം ഒരു ഡെപ്ത് ഫീൽ ചെയ്യാൻ കണ്ട് ഒന്ന് ഇവിടെ നിന്ന് വെച്ച് മാറ്റി ഒന്ന് കണ്ട് ഇവിടെ നിന്ന് വെച്ച് മാറ്റിയിട്ട് ബാക്കി നമുക്ക് ഇതിനെ കൊണ്ട് ഏത് ഷവർ പിന്നെ കുറച്ചാൾ പറഞ്ഞ് ഫ്രീ ഫയർ കളിക്കുന്ന ഫ്രീ ഫയർ നിർത്തില്ല. എന്തായാലും കുറച്ച് ദിവസം എടുക്കും കളിക്കാൻ. എൻ്റെ എല്ലാത്തിനും മടിയാ. ഓക്കെ, അപ്പോൾ നമ്മൾ അത്യാവശ്യം വർക്കൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തന്നെ നമ്മളെ ബോൺവി എടുത്തു പോയി. യോ സന്ധ്യ ഇട്ടാത്തുണ്ണിയരും മണ്ടു പിടിച്ചു തിന്നു. മേം പോയി ഒങ്ങണം. വാഴത്തിട്ടേ ഓക്കെ. ബോൺവിൽ ഓഹ് സെറ്റ്. ഇവിടെയും കൂടി ഒന്നുകൂടി സെറ്റല്ല. അയ്യോ എൻ്റെ മേഖലി ഉമ്മക്കുണ്ടാവോടി. അത് കണ്ണാണല്ലോ ടൈന്. ആ ഗുളു ഇങ്ങോട്ട് വാടാ. ആണാന്ന് വെള്ളത്തിൽ നിന്ന് ഓട്ടടാ. പെണ്ണാണെങ്കിലോ പൊട്ടല്ലേ. അല്ല പിന്നെ ഉമ്മക്കുണ്ടാ പേടി ഉണ്ട്. അല്ല ഇല്ല സ്ട്രിപ്പ് ചെയ്തേക്കാം. സ്ട്രിപ്പ് ചെയ്തിട്ടാണ് ഗുണം.
പോണം. അയ്യോ പറഞ്ഞ ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മളിപ്പോൾ ഒരു കസ്റ്റം റൂമിൻ്റെ പരിപാടി കസ്റ്റം റൂം എന്ന് പറയുന്നത് കസ്റ്റം ട്രീൻ്റെ ഒരു സുനാപ്പിയിലാണ്. ഓക്കെ, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ സോറി, ഞാൻ മൈക്ക് ഓഫാക്കാൻ മറന്നുപോയി. കുറച്ച് ഗസ്റ്റ് വന്നായിരുന്നു. ചമ്മിപ്പോയി. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് എൻ്റെ ഫ്രെയിം വന്നത്. ഇവിടെ എന്തോ പോലെ ഉണ്ട്, അതൊക്കെ ഇവിടെ എന്തോ പോലെ ഉണ്ട്, അതൊന്ന് സെറ്റാക്കണം. ഓക്കെ, ഇത് സ്ട്രെയിറ്റ് ആയിപ്പോയി, ഫുള്ളി സ്ട്രെയിറ്റ് നമുക്ക് വേണ്ട, ഞാൻ വെച്ചപ്പം മറന്നു പോയതാണ്. ഓക്കെ, വെക്കുന്നു, പൊന്തിക്കുന്നു, വെച്ചിരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ വെച്ചത്. ഇതിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആയിട്ടുണ്ട്. പക്ഷെ ഇവനെന്താ വളരാത്തത് എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. ഇത് ഇടക്കിടക്ക് ആവുന്നുണ്ട്. ഓക്കെ, നമ്മൾ കാണാനായിട്ടാണ്. പിന്നെ പറയാൻ വന്നത് നമ്മൾ കണ്ട ഇവിടെ ഫുൾ നമ്മൾ എന്താക്കിയിട്ടുണ്ട് ബോൺവീൽ ഇത് കാട്ടുമുക്കാക്കിയിട്ടുണ്ട് നമ്മൾ അവിടെ സ്ഥലം. നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി ഇവിടെ ഇച്ചിരി ബോൺവീലിൻ്റെ കുറവ് എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പം അതും സെറ്റാക്കിയിട്ടുണ്ട്. കയപ്പും കൂടി മാറിക്കിട്ടി. അയ്യോ, അവിടെ നമ്മൾ മെയിൻ സ്ഥലത്താക്കിയില്ലല്ലോ. ഓക്സിഡൈസിപ്പൂ, മഞ്ഞപ്പൂ,
ഓക്കെ സെറ്റ്. അപ്പം നമുക്ക് ഇതിൻ്റെ ലീഫ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഷിയേഴ്സ് നമുക്ക് വേണ്ടല്ല, അവിടെ നിൽക്കണം. നമുക്ക് അതിൻ്റെ ഉള്ള വേറെ ഷിയേഴ്സ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഈ മരത്തിൻ്റെ ഒക്കെ അല്ല നമുക്ക് എടുക്കാം. മിനിമം 3 സ്റ്റാക്കെങ്കിലും വേണം. മിനിമം ആണ്. മാക്സിമം എത്ര സ്റ്റാക്ക് വേണമെന്ന് അറിയില്ല. അല്ല മിനിമം അല്ല, മാക്സിമം 3 സ്റ്റാക്കേ വേണ്ടു. മിനിമം 1.5 സ്റ്റാക്ക് വേണ്ടി വരും. പിന്നെ നമുക്ക് നമ്മുടെ ഇതും കിട്ടിയിട്ടുണ്ട്. ഏത് മാംഗ്രോവ് പ്രൊപ്രിക്ലോ അതന്നെ മാംഗ്രോവ് ട്രീൻ്റെ സാപ്ലിങ് പറഞ്ഞായി. നമുക്ക് അത്യാവശ്യം 2 ചക്ക എടുക്കാം. തൽക്കാലത്തേക്ക് 2 സ്റ്റാക്ക് മതി. അവിടെ 3 സ്റ്റാക്ക് എന്തായാലും അവിടെ അത്രക്കൊന്നും ഇല്ലത്. ഇപ്പം എത്രയായി? ഇപ്പം 2 സ്റ്റാക്ക് മുകളിലായി. എന്താകുമ്പോൾ നമുക്ക് രണ്ട് എവിടേക്ക് ഇടാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ലീഫ് പ്ലേസ് ചെയ്യാൻ തുടങ്ങാം. നല്ല ഇവിടെ നിന്ന് വെക്കാൻ തുടങ്ങാം. ഓക്കെ, ഒന്ന് വീണ് കിടന്നുറങ്ങിയിട്ട് ഒന്ന് എണീച്ചിട്ട് തുറന്ന് നോക്കുമ്പം മോനെ മരം നോക്കും. ഞാൻ ഇത് ഉദ്ദേശിച്ചൊരു ഹാർട്ട് ഷേപ്പാണ്. ഇവിടെ നോക്കുമ്പോൾ ഉണ്ടോ ഒരു ഹാർട്ടില്ലേ, ഹാർട്ട്. നമ്മളെ ഇവിടേക്ക് നോക്കുമ്പോൾ വൈബടാ, വൈബ്. പിന്നാണ്ട് ഇവിടെ നമ്മൾ ക്യാമ്പ് ഫയർ ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ ഇറന്നുപോലെ ഇപ്പടാ കൊളായി. പിന്നെ അതാണ്ട് ഇവിടെ നമ്മളൊരു ഗ്രേവ് ഉണ്ടാക്കുന്നുണ്ട്. അതാരാണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. എൻ്റെ പ്രിയ സുഹൃത്ത്, എൻ്റെ പ്രിയ മിത്രം, എൻ്റെ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഉണ്ടായ ഒരു വ്യക്തി എൻ്റെ കൂടെ ഇപ്പോൾ ഇല്ല. അതാരാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഫുഡ് പോലും കഴിക്കാതെയാണ് ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ ചവക്കല്ലാറി ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇപ്പോഴും ചവക്കല്ലാറ് വളക്കുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് അതെ, അവൻ തന്നെ. അവൻ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ലോകത്ത് നിന്നും അവൻ പോയി. അവൻ ജനിച്ചത് 1999, മരിച്ചത് 2000. അങ്ങനെ പറയണ്ടല്ലോ. ഓക്കെ, 1922 വരാം. 2025. അവന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. അയ്യോ എൻ്റെ മോനെ ഫയാസ്. അടിയിൽ നമുക്കൊരു ബ്രാക്കറ്റിൽ ചെറിയൊരു തിരുത്തുണ്ട്. ബ്രാക്കറ്റില് എൻ്റെ അണ്ണനെ പോലെയായിരുന്നടാ അവൻ. താഴോട്ട് 1999 വരാം. 2025 RIP. അയ്യോ പോയേ. അണ്ണന് വേണ്ടി നമുക്ക് ഒരു ഒരു പോപ്പി നമുക്ക് സമർപ്പിക്കാം. പോപ്പി പ്ലേ ടൈം 2 അവൻ കളിക്കും. നമ്മൾ ഒരു ബീച്ചൊക്കെ കിട്ടട്ടെ. ഇപ്പോൾ വേണ്ട. അണ്ണന് ഇഷ്ടം ചോപ്പായിരുന്നല്ലേ. ഓക്കെ, അപ്പം ബോംബ് പൊട്ടിച്ചത്ത നമ്മുടെ ഫയാസ് അണ്ണനും നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നിർത്താൻ പോവുകയാണ്. എപ്പിസോഡ് നമ്പർ 4 ആണിത്. 3 ഇന്ന് തന്നെ വന്നിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ പോയി കാണുക, എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരിക. ഒഫീഷ്യലി അങ്ങനെ നമ്മൾ 60 ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പ്രോഗ്രസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ അയൺ ഫാം വർക്ക് ചെയ്തിട്ട് സന്തോഷകരമായ വാർത്ത. ഓക്കെ, അത്രയ്ക്കുള്ളൊപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.